ഈ വീഡിയോയിൽ കാണിക്കുന്നത് വാനില കപ്പ് കേക്ക്സിനെ കുറിച്ചിട്ടാണ്. വാനില കപ്പ് കേക്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ ചെറിയതായിട്ടുള്ള ഒരു ചെറിയ ഫ്രോസ്റ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ 1 കപ്പിൻ്റെ അര എടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഫ്ലോർ മിക്സിങ് സ്റ്റെപ്പാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ മുട്ട തന്നെ നോക്കിയിട്ടെടുക്കണം. 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കേക്കൊക്കെ യൂസ് ചെയ്യുന്ന വാനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി വാനില എസൻസും മുട്ടയും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ വാനില എസൻസും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ഐസിങ് ഷുഗർ പൗഡർ ഇട്ടിട്ട് ഒന്നിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ഒരു മുട്ടയുടെ യെല്ലോ ഒക്കെ പോയിട്ട് നല്ലൊരു പൂർ വൈറ്റ് ആവുന്ന കൺസിസ്റ്റൻസി വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ മുട്ട ഏകദേശം നന്നായിട്ട് ബീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ഫ്ലഫി ആവണമെന്നില്ല, നല്ല ഏകദേശം നല്ല ക്രീമി ആവണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റും അതുപോലെ തന്നെ ഫ്ലോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോറ് ഒരു 2-3 തവണ ആയിട്ട് നമ്മൾ മുട്ടയുടെ മിക്സിലേക്ക് പതുക്കെ അരിപ്പയുടെ മുകളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ ആയിട്ട് ഇട്ടാൽ മതി, കാരണം 1 കപ്പില്ലേ ഉള്ളൂ, അപ്പോൾ ഏകദേശം ഒരു 3 ടൈംസ് ഒക്കെ ഇടാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മുട്ടയുടെ ബാറ്റർ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒരു വലിയ ഐസിങ് ബാഗ് ഇതുപോലെ വെക്കാം. ഓക്കെ, ഡിസ്പോസിബിൾ ഐസിങ് ബാഗ് ഇതുപോലെ വെച്ചിട്ട് ഇനി അതിലേക്കാണ് നമ്മളുടെ മുട്ടയുടെ മിക്സ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിക്കുന്നത്. ഓക്കെ, അതുപോലെ കാരണം ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഓരോ മോൾഡിലേക്ക് വേണ്ടിയിട്ട് അളവ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഗ്ലാസ് മാറ്റി കൊടുക്കാം. ഐസിങ് ബാഗിൽ നിന്ന് ബാറ്റർ റെഡിയാക്കിയിട്ട് നമുക്ക് ഗ്ലാസ് ഒന്ന് മാറ്റി കൊടുക്കാം. യെസ്, നമ്മുടെ ബാറ്റർ ഐസിങ് ബാഗിലായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കപ്പ് കേക്ക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മോൾഡ് കിട്ടും. ആ മോൾഡിൽ ഞാൻ നമ്മളെ പേപ്പറിൻ്റെ കപ്പ് കേക്കിൻ്റെ ഇതുപോലത്തെ ചെറിയ കപ്പ് കേക്കിൻ്റെ ചെറിയ മോൾഡും കിട്ടും. അതെന്ത് ചെയ്യുക, നമ്മൾ ഈ കപ്പ് കേക്ക് സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഐസിങ് ബാഗിൻ്റെ തുമ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എല്ലാ മോൾഡിലേക്കും ഒരു 1/2 അല്ലെങ്കിൽ 1/4 എന്ന ലെവലിലേക്ക് എല്ലാ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഐസിങ് ബാഗിലായാൽ കറക്റ്റ് നമുക്ക് നല്ല വൃത്തിയിൽ ഒന്നും മിസ്സാവാണ്ട് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് നമുക്കിത് എല്ലാ ഇതിലേക്കും ആക്കി ചെയ്യാൻ പറ്റും. എല്ലാ മോൾഡിലേക്കും കറക്റ്റായിട്ട് ഒരു 1/4 ആവുന്ന ലെവലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് ബേക്ക് ചെയ്യണം. ഓവനിൽ വെച്ചിട്ട് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വാനില കപ്പ് കേക്ക്സ് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കറക്റ്റ് ബേക്കിംഗ് ആയിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, ഒരു 10 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ഓക്കെ, ഫ്രോസ്റ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ഡെക്കറേഷൻ കാണിച്ചു തരാം. കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലൈറ്റ് പിങ്ക് കളർ ഏത് കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഞാൻ ഇവിടെ പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്നത് ഇത് ഒരു റോസ്റ്റി നോസിലിൻ്റെ ഇതിലെ കുറച്ചും കൂടെ ഒരു ക്യാപ്പ് വരുന്ന ഒരു തരം നോസിലാണ്. ഈ നോസിൽ എടുത്തിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇനി ഐസിങ് ബാഗിലേക്ക് ഇട്ടിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോലെ തുമ്പ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഐസിങ് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. യെസ്, ഇനി അതിലേക്ക് ഒരു 2 ഡിസൈൻ പോലെ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലൂ കളർ ആഡ് ചെയ്തതിനു ശേഷം ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് അത് ഇതുപോലെ 2 സൈഡിനായിട്ട് ഒരു ലൈന് പോലെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രീം ഐസിങ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സെയിം ചെയ്യാം. ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ കപ്പ് കേക്ക് മേലെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന നോക്കാം, ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ഓക്കെ, അല്ലേ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടിങ് ഒന്ന് കുറച്ചൊന്ന് കളഞ്ഞതിന് ശേഷം ഇനി നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഒരു റൗണ്ട് ഡിസൈനിങ് ആണ്. ഓക്കെ, പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. അതുപോലെ ഒരേ ഐസിങ് ബാഗിൽ 2 കളർ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. യെസ്, ഓക്കെ, യെസ്, അവിടെ എല്ലാം ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാനില കപ്പ് കേക്ക്